ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 3 മുതൽ 6% വരെയാണ് ബ്രാഹ്മണരായിട്ടുള്ള ആളുകളുള്ളത്. സവർണ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 20% വരെ, 15 മുതൽ 20% വരെ. രണ്ടും കൂടെ ചേർത്താൽ 25% താഴെയാണ്. പക്ഷേ ഇന്ത്യൻ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണത്തിൽ 79%, അതായത് ഏതാണ്ട് 20% മേൽ നിൽക്കുന്ന സവർണ വിഭാഗങ്ങളിൽ നിന്ന് മാത്രം 79% ജഡ്ജിമാരും ഉണ്ടാവുന്നു എന്നുള്ളത് എത്ര വിചിത്രമായ ഒരു അവസ്ഥയാണ്. നാട്ടിൽ കാൽഭാഗമുള്ള ആളുകളാണ് 3/4 ജുഡീഷ്യറി ഉണ്ടാകുന്നത്. അത് അവരാണ് ഈ നിയമത്തെ വ്യാഖ്യാനിക്കുന്നത്. ഈ ഒരു ദളിതൻ്റെയോ ഒരു OBCയുടെയോ അല്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെയോ സ്ത്രീയുടെയോ അതുകൂടി പറയണമല്ലോ, ഇവരുടെ എല്ലാം പ്രശ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നത് ഇവരാണ് എന്നുള്ളത് സങ്കടകരമാണ്. 14% മുസ്ലിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ജഡ്ജിമാരുടെ പെർസെൻറ്റേജ് എത്രയാണെന്ന് അറിയോ? 2.6%. സ്ത്രീകൾ 9%, അതായത് പകുതിയോളം വരുന്ന സ്ത്രീകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെറും 9% മാത്രമാണ് ജഡ്ജിമാരിൽ എന്നുള്ളതാണ് ഇന്ത്യയിലെ അവസ്ഥ. ഇത് പറയാനാണെങ്കിൽ വളരെ ദീർഘമായി പറയാനുണ്ട്.